പാർട്ടി പ്രവർത്തനം എന്റെ പ്രൊഫഷൻ ആയിരുന്നില്ല, പാർട്ടി പ്രവർത്തനം എന്റെ പാഷനായി. ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, UDF-ന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു പോന്നിട്ടേയുണ്ട്. തിരൂരങ്ങാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി PMA സമീർ പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. ഇപ്പം പ്രചരണം ഏതാണ്ട് നല്ല ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലൊരു സാഹചര്യം? നന്നായിട്ട് ഇവിടെ ഞാൻ പ്രചരണത്തിന് സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ ഓരോ ദിവസം കഴിയുമ്പോഴും കോൺഫിഡൻസ് കൂടി വരികയാണ്. കാരണം നമ്മള് ഇപ്പൊ ബൂത്ത് ലെവലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ബൂത്ത് ലെവലിലേക്ക് UDF-ന്റെ പ്രവർത്തകർ അതിന്റെ സ്ക്വാഡ് വർക്കുകളും പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ അതിന് ഏറ്റവും നല്ല ആവേശം കിട്ടുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വലിയ ഭൂരിപക്ഷമാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ലാൻഡിംഗ് പ്രശ്നം ഉണ്ടായിരുന്നോ? ആ പ്രശ്നമൊക്കെ ലാൻഡിംഗ് ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ അന്ന് രാത്രി 9:30 മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ എല്ലാ മണിക്കൂറുകളിലും ഇവിടുത്തെ UDF സംവിധാനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ യാതൊരുവിധ ലാൻഡിംഗ് പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഈ PMA സമീർ ഒരു പ്രൊഫഷനാണ്, അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് പരിചയമില്ലാത്ത ആളാണെന്നൊക്കെ ആയിരുന്നു പൊതുവെ ഉയർന്നിരുന്ന പാർട്ടി ഇതിലേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചതിന്റെ മുമ്പും ഞാൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ആണെങ്കിലും പാർട്ടിയുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ, പാർട്ടി ഏൽപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഞാൻ എന്നും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ്. അത് ഈ പറയുന്ന പാർട്ടി പ്രവർത്തനത്തിന് ബാധിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനം എന്റെ പ്രൊഫഷൻ ആയിരുന്നില്ല, പാർട്ടി പ്രവർത്തനം എന്റെ പാഷനായിരുന്നു, പ്രൊഫഷൻ എന്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് ഈ പാഷൻ എന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, UDF-ന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു പോന്നിട്ടേയുണ്ട്. തിരൂരങ്ങാടി മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. പ്രമുഖരായ പല ആളുകളും മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായി ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷത്തെ വളരെ വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുന്നു. ഇവിടെ UDF-ന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത് പ്രവർത്തകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ്. നമ്മൾ പ്രചരണത്തിന്റെ ഭാഗമായി ആളുകളെ കാണുമ്പോൾ അവരുടെ റെസ്പോൺസിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഇപ്പം താങ്കൾ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ യുവാക്കളൊക്കെ താങ്കളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതുപോലെ ഗതാഗത പ്രശ്നം, അതിനൊക്കെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം താങ്കളിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇവിടെയുള്ള കുറെ പദ്ധതികൾ കഴിഞ്ഞ കാല ജനപ്രതിനിധികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാനും പദ്ധതികൾ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി വളരെ ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി സ്ലോ ആയിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് വിദ്യാഭ്യാസത്തില്, ആരോഗ്യത്തില്, തൊഴില്, ഈ 3 മേഖലയിലും കൃത്യമായ ഒരു പദ്ധതി എന്റെ ഒരു ആക്ഷൻ പ്ലാനിലുണ്ട്. അത് ഈ തിരൂരങ്ങാടി മണ്ഡലത്തിലെ യൂത്തിനെയും കുട്ടികളെയും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അത് നടപ്പാക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് മുന്നോട്ട് വെക്കുന്ന എന്റെ ഒരു ആശയം. ഈ വികസനങ്ങളിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാവുന്നതാണ്. വികസനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു മാസ്റ്റർ പ്ലാനിൽ നിന്ന് ഒരു വികസനം സാധ്യമായാൽ വികസനം എപ്പോഴും ഒരു കണ്ടിന്യൂയിങ് ആണല്ലോ. ഗവൺമെന്റ് മാറുമ്പോഴും വികസനം നിൽക്കരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട്. പക്ഷെ ഈ ഗവൺമെന്റ് മാത്രം അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പ്രശ്നങ്ങൾക്ക് വേണ്ടത്. വികസനം ഒരു തുടർച്ചയായിട്ട് പോകുന്നതിന്റെ ഭാഗമായി ഒരു മാസ്റ്റർ പ്ലാനിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം അടിസ്ഥാന വികസനങ്ങളെ നമ്മളെ അഭിസംബോധന ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്. സുരക്ഷിത മണ്ഡലം എന്നൊരു ആത്മവിശ്വാസം കൂടി ഉണ്ടോ? ഇവിടുത്തെ UDF പ്രവർത്തനം അത്രമേൽ കോൺഫിഡൻസ് തരുന്നുണ്ട്. അതോടൊപ്പം ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് ഒരു ജനപ്രതിനിധിയാകുമ്പം ഇവിടെ ഒരുപാട് മേഖലകളിലുള്ള റിസോഴ്സുകളുണ്ട്. അത് എഡ്യൂക്കേഷനിലുണ്ട്. ഇവിടുത്തെ എല്ലാ പോർട്ട്ഫോളിയോസും ഇവിടെ റിസോഴ്സ്ഫുൾ ആണ്. അതിനെ പ്രോപ്പറായിട്ട് ഈ നാടിന്റെ വികസനത്തിനും നാളത്തെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. സാദിഖലി തങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പറഞ്ഞത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, അതിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് സമീർ എന്നുള്ളതായിരുന്നു. അതെ, സാദിഖലി തങ്ങളും UDF നേതൃത്വവും എന്നിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അത് ഈ പറയുന്ന വികസനത്തിലാണെങ്കിലും ഇവിടുത്തെ വെൽബീയിങ് ആണെങ്കിലും ജനങ്ങളുടെ ആകെ വെൽബീയിങ് ആണെങ്കിലും അവരുടെ നാളേക്കുള്ള നല്ല നാളുകളിൽ ആ പറയുന്ന ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട്. അക്കാര്യങ്ങൾ ഇവിടുത്തെ മണ്ഡലത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും യുവാക്കളുമായിട്ട് നിരവധി ടേബിൾ ടോക്ക് ആണെങ്കിലും പ്രൊഫഷണൽ മീറ്റ് ആണെങ്കിലും ജെൻസി മീറ്റ് ആണെങ്കിലും അതേപോലെ ഈ നിരന്തരമായി ഈ ആളുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ അവർ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണല്ലോ. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ.
നല്ല കോൺഫിഡൻസ്. ഏതായാലും തിരൂരങ്ങാടിയിൽ PMA സമീർ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി വലിയ വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. തിരൂരങ്ങാടിയിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.